നമസ്കാരം. കുമ്മനം രാജശേഖരന്റെ യാത്ര രണ്ടാം ദിവസം കണ്ണൂരിൽ പ്രവേശിക്കുമ്പോഴേക്കും സഖാക്കൾ ഊടുപാട് പേടിച്ചുപോയി. കേന്ദ്രത്തിൽ നിന്ന് സാക്ഷാൽ CBI വന്ന് P. ജയരാജനെ കതിരൂർ മനോജ് വധക്കേസിൽ പ്രതി ചേർത്തു കളഞ്ഞു. 25-ാം പ്രതി. കുമ്മനത്തിന്റെ യാത്ര ഗംഭീരമാക്കാനുള്ള പരിപാടിയാണ് എന്ന് സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കതിരൂർ മനോജ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികളെ പിടിക്കണം. അത് പോലീസായാലും CBI ആയാലും. ജയരാജൻ കുറ്റം ചെയ്തില്ലെങ്കിൽ ഊരിപ്പോരട്ടെ. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ജയരാജനും കുമ്മനവും സുരേഷ് ഗോപിയും ഉഴവൂർ വിജയനും ഒക്കെ വരാനുണ്ട്. എന്നാൽ ആദ്യം കാണേണ്ട കാഴ്ച അതൊന്നുമല്ല. മൈക്രോ ഫിനാൻസ് കേസിൽ കുരുങ്ങിപ്പോയ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രിയ പത്നി പ്രീതി നടേശന്റെ സങ്കടങ്ങളാണ്. SNDPയുടെ പാർട്ടി BDJSന്റെ ഔദ്യോഗിക വക്താവായി അമൃതാനന്ദമയ്യെ പ്രതിഷ്ഠിക്കാനുള്ള പരിപാടിയോ എന്തോ വെള്ളാപ്പള്ളി അമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളഞ്ഞു. പാർട്ടിയുടെ കൂടി ഔദ്യോഗിക ദൈവമായി പ്രഖ്യാപിച്ചതോടെ പ്രീതി നടേശന് സങ്കടം തിരതള്ളി വന്നു. അങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ അശരണയായി നടേശേട്ടന് വേണ്ടി പൊട്ടിക്കരഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. കഥയെല്ലാം നടന്ന സംഭവമാണ്. നടേശേട്ടന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. അന്ന് ദിവസവും കണിച്ചുടങ്ങരെ അമ്മയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഏത് കാര്യത്തിലും നടേശൻ ഇറങ്ങാറുണ്ട്. വീട്ടിലെ പൂജാമുറിയിൽ അന്ന് അമൃത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങളുടെ ബ്രീഫ് കേസിനകത്ത് അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. നടേശന് ഓപ്പറേഷന് പോകാൻ നേരത്ത് കണിച്ചുടങ്ങരെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഓപ്പറേഷന് പോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിയിലേക്ക് നടേശനെ മാറ്റി. അപ്പം അമൃതാനന്ദ അമ്മയുടെ ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് കിടപ്പുണ്ട്. കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, കണിച്ചുടങ്ങരെ അമ്മയുടെ ഫോട്ടോ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. സത്യമാണ്. ഞാൻ ഒരു കള്ളവല്ല പറയുന്ന നടേശന്റെ ഇരിക്കൊണ്ട് ഞാൻ പലരോടും പറയും. എന്റെ വിചാരം മുഴുവൻ ദൈവമേ നടേശന്റെ ഓർമ്മയെല്ലാം നശിച്ചു പോയോ, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരക്ഷരം പോലും വേണ്ടിയില്ല നടേശനോട്. ഫോട്ടോയിൽ നോക്കി അതല്ല, അത് അമൃതാനന്ദമയ അമ്മയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. എന്റെ ഹൃദയം അമ്മയോട് ക്ഷമിക്കൂ, എനിക്ക് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിൽ അമ്മ ദൈവമാണെന്ന് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. സത്യം ഞാൻ പറഞ്ഞു. അമ്മയും ഒന്ന് തന്നെയാണ്. ആ അമ്മ എന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു എനിക്ക് ഭ്രാന്തല്ലാതെ എന്താണ് വരുന്നത്? നിങ്ങൾ അയ്യോ, കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണാട്ടുമായി. ഞാനേ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ. കേട്ടില്ല. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. സത്യമാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഭ്രാന്തെടുത്തോ, എനിക്ക് മനസ്സിന് അങ്ങനെ എനിക്ക് എന്താണ് സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടാണ്, എന്താണ് എനിക്കറിയില്ല. എനിക്ക് അമ്മയെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭർത്താവായിട്ട് അങ്ങനെ എനിക്ക് ഭയം പോലായി. അങ്ങനെ നടേശനോട് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട, സ്വാമിമാര് പറഞ്ഞ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തരും. ഏതൊരു പാത്രം എടുക്കും, ഏത് ഗ്ലാസ് എടുക്കും, ഞാൻ എല്ലാം പുതിയത് മേടിച്ചു. എന്താന്ന് വെച്ചാൽ ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്ന വീടാണ് ഞങ്ങള്. അപ്പൊ അമ്മ വരുമ്പോ എല്ലാ പാത്രവും മാറ്റണം, എന്താ അങ്ങനെ ചെയ്യണം എന്നുള്ള വെപ്രാളോ എനിക്ക്. അങ്ങനെ കാണിക്കുമ്പോൾ നടേശേട്ടന് എന്നെ ഇത് പേടി വരികയാണ്. എനിക്ക് എന്താണ് ഞമ്മൾ ചേട്ടൻ, എനിക്ക് മനസ്സിന്റെ ഇതൊന്നും അല്ല. അമ്മ ദൈവമാണ്. ആ അമ്മ വരുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കണിച്ചുടങ്ങര ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലെ തന്നെ ഞാൻ അമ്മയെ സ്വീകരിച്ചിരുന്നു. അമ്മച്ചിയെ പിന്നെ വിളിക്കാം. നീ ചങ്ങലൊന്ന് അഴിച്ചു കാടി.
അയ്യോ കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണാട്ടുമായി ഞാനേ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ സമയദോഷം കേട്ടില്ല. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ. ശ്രീനാരായണ ഗുരുവിന്റെ കാലമൊക്കെ പോയില്ലേ, ഇനി അമൃതാനന്ദമയിമാരുടെ കാലമാണ്. ആൾദൈവങ്ങളുടെ മാർക്കറ്റ് അറിഞ്ഞു തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നടേശ ഗുരു. അതുകൊണ്ട് BDJS-നെതിരായ നീക്കത്തിൽ അമ്മ ഭക്തരായ ഏതേലും കോൺഗ്രസുകാരും സഖാക്കളും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളുക. ഞങ്ങൾ സംഘികളാണ്, വിവരമറിയും. പ്രീതി നടേശൻ ഇങ്ങനെ വെള്ളാപ്പള്ളിയെ ഓർത്ത് കണ്ണീരൊഴുക്കുമ്പോൾ സഖാക്കളുടെ വേദന P. ജയരാജനെ കുറിച്ച് ഓർമ്മിച്ചാണ്. അല്ലെങ്കിലും P. ജയരാജന് പണ്ടേ ഒരു സ്വഭാവമുണ്ട്. കതിരൂർ മനോജ് വധക്കേസിൽ CBI പിടുത്തമിടാൻ പോകുന്നു എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയി കടന്നുകളയും. പലതവണ വലയുമായി CBI വരുമ്പോഴേക്കും ജയരാജൻ അതീവ രോഗബാധിതനായി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തള്ളിക്കളഞ്ഞതോടെ സംഗതി വഷളായി. ജയരാജനെ പിടിച്ചേ അടങ്ങൂ എന്നതാണല്ലോ മോദിയുടെ CBI പറയുന്നത്. അതുകൊണ്ട് ഗൂഢാലോചനയിൽപ്പെടുത്തി 25 പ്രതിയാക്കി. ഇനി എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമത്രേ. കോടിയേരിക്കും പിണറായിക്കും മാത്രമല്ല ജയരാജനും ഇതൊന്നും കണ്ടാൽ പേടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBI-യോ ഒന്ന് ഇഷ്ട എന്നാണ് നിലപാട്. ഇറങ്ങി വാടാ ഇവിടെ. ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഇപ്പോൾ CBI ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് CPM പ്രവർത്തകന്മാരെ ജയിലിലടക്കുക. ഇത് ആസൂത്രിതമായി നടക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗമാണ്. RSS-ഉം കേരള ഗവൺമെന്റും ചേർന്ന് നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നോക്കൂ, നിന്നെ നിന്റെ ഈ വാന്റെ പടയിൽ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇങ്ങനെയുള്ള കേസിൽ പ്രതിയാകുക എന്നുള്ളത് CPM നേതാക്കന്മാർക്ക് ആദ്യത്തെ അനുഭവമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടൊന്നും CPM-നെ തകർക്കാൻ സാധിക്കില്ല. CBI-യെ ഒരു പേടിയുമില്ലാത്ത നേതാക്കളെ കണ്ട് ആവേശം മൂത്തവർ P. ജയരാജൻ ആശുപത്രിയിലാണ് എന്ന് കേട്ട് തളരരുത്. ചിലപ്പോഴൊക്കെ പേടി തോന്നുക സ്വാഭാവികമല്ലേ. അറസ്റ്റ് മുൻകൂട്ടി കണ്ട് എന്നത്തെയും പോലെ പിടിച്ചു കളയാമെന്ന് കരുതി CBI കരുക്കൾ നീക്കുമ്പോഴേക്കും ജയരാജൻ ആശുപത്രിയിൽ കയറി കളഞ്ഞു. വെല്ലുവിളിക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി. അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. എന്റെ പനി പിടിച്ച രാത്രികളെന്ന പുസ്തകം വായിച്ചാൽ പനിക്കൊരു ആശ്വാസമായിരിക്കും. അളിനെന്ത് പറ്റി? ഇത് പേടിപ്പനിയാ. പേടിപ്പനിയോ? CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് സുപ്രീം കോടതി തന്നെ ഒരിക്കൽ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. വീരശൂര പരാക്രമിയായ ഇടിവെട്ട് സുഗുണന് പേടിപ്പനിയോ? ഇടിവെട്ട് സൂണ്. ഇനി ഞാനൊരു സത്യം പറയാം. രുക്മിണി വേണ്ട. എന്ത് വേണ്ടാന്ന് എല്ലാരും അറിയട്ടെ. ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. കുഴിമടിയൻ. BJP RSS നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് CPM-ലെ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ CBI ഇപ്പോൾ പ്രതിലീഷിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ രാജിവെക്കാൻ പോവുക. ഇന്നലെ വരെ പ്രതിയല്ലാത്ത ജയരാജൻ ഇന്ന് പ്രതിയായിട്ട് മാറിയത് രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചതിന്റെ ഫലമായി എടുത്ത ഒരു തീരുമാനമാണ്. എന്റെ അളിയ, എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് ഈ കള്ളന്മാരെ റൗഡികളെയൊക്കെ ഭയങ്കര പേടിയാ. സത്യം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ജാഥ കണ്ണൂർ ജില്ലയിൽ വരുന്ന ദിവസം തന്നെ ജയരാജനെ പ്രതി ചേർക്കണം എന്ന കേന്ദ്ര BJP നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് CBI നടപ്പാക്കിയിരിക്കുന്നത്. എന്റെ കിഡ്നി അവന്മാർ ഊരിയെടുക്കും. സത്യം. മനസ്സമാധാനത്തോടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നായി. ജയരാജനെ പ്രതിയാക്കിയാലും ഇല്ലെങ്കിലും RSS-ഉം CPI-യും തമ്മിൽ കണ്ണൂരിൽ കാലങ്ങളായി നടക്കുന്ന കൊലപാതക പരിപാടികൾ അവസാനിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. എന്തായാലും ജയരാജന്റെ പ്രതിപ്പേടിക്കിടെ ആവേശഭരിതനായി കുമ്മനം യാത്ര തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ വർഗീയ കൊലപാതകങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഒരുപോലെ കക്ഷിയായ RSS-ഉം BJP-യും അതീവ ആഹ്ലാദത്തിലാണ്. ജയരാജൻ കുടുങ്ങിയെന്നതുകൊണ്ട് മാത്രമല്ല, കുമ്മേട്ടൻ്റെ ജാഥ കണ്ണൂരിലെത്തി എന്നതും പ്രധാനമാണല്ലോ. കുമ്മേട്ടൻ്റെ വിമോചനയാത്ര കേരളത്തെ മതേതരത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതാണത്രേ. ജനതയെ ആകെ സാർവലൗകിക ഹിന്ദു രാഷ്ട്രത്തിലേക്ക് മോചിപ്പിക്കുക. മോചനത്തിൻ്റെ ഗാഥകളുമായി കാസർഗോട്ട് നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത്. സംഗതി നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അവിടുത്തുകാരെ കയ്യിലെടുക്കുക എന്നത് പൊതുവെയുള്ള ഒരു BJP ഏർപ്പാടാണ്. കുമ്മേട്ടൻ കാസർഗോട്ട് പോയി കന്നഡ മലയാളത്തിലെഴുതി വായിച്ചു കളഞ്ഞു. കന്നഡക്കാരുടെ വികാരങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ് കന്നഡ ഭാഷയെ പൊളിച്ചടുക്കി. ಮಂಜೇಶ್ವರದ ನನ್ನ ನೆಚ್ಚಿನ ಗುರುಹಿರಿಯರೇ, ಶ್ರದ್ಧೆಯ ತಾಯಂದಿರೇ,
ಅಕ್ಕ ತಂಗಿಯಂದಿರೇ, ಅಣ್ಣ ತಮ್ಮಂದಿರೇ, ಸವಿನಯ ನಮಸ್ಕಾರ. ಉತ್ತಮ ಭಾಷೆ ಕನ್ನಡ, ಹೃದಯದ ಭಾಷೆ ಕನ್ನಡ. ಈ ಭಾಷೆಯನ್ನು ಈ ಮಣ್ಣಿನಿಂದ ಕಿತ್ತೆಯ ಸಯಲು ಬಿಜೆಪಿ ಬಿಡದು. ಬಿಜೆಪಿ ಬಿಡದು. എന്നാടോ ഞാൻ പോവാ. കാസർഗോഡ് പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞതിൽ, ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ വേദന ഞാൻ മനസ്സിലാക്കി. ഈ സർക്കാരിൻ്റെ നയം ഈ കന്നഡയെ സ്നേഹിക്കുന്നവർ, കന്നഡ ഭാഷ സംസാരിക്കുന്നവർ, അവരെല്ലാം വളരെ അമർഷത്തോടും ദുഃഖത്തോടും പ്രതിഷേധത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് കാണുന്നത്. അവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുകയാണ്. ഭാഷാ ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ അത് പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ മല്ലയ്യ. ഭാരതീയ ജനതാ പാർട്ടി ആ ജനസമൂഹത്തിന് വേണ്ടി വീറോടുകൂടി വാദിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അയാൾ കയറി അങ്ങ് വാങ്ങുന്നു. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചൻ കയറി തടസ്സം നിന്നതുകൊണ്ടാ. മല്ലയ്യയുടെ പിന്നിലും പോലീസും രാഷ്ട്രീയം ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ്. ഇളയച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം. ബിജെപി വിടതു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. കന്നഡക്കാരുടെ വേദനകൾ തിരിച്ചറിയുന്ന കുമ്മനത്തോടെ സുരേഷ് ഗോപിക്ക് എന്നും ആരാധനയാണ്. സുരേഷ് ഗോപിയുടെ പ്രതിജ്ഞ ഒരു ഇടവേള കഴിഞ്ഞ്. എന്റെ ഹൃദയം തുടിക്കുന്നു, തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.